ഒറിജിനൽ കേരള വാഹനം ട്രാക്ക് ഉണ്ടെങ്കിൽ സിംഗിൾ ഓൺഷിപ്പുള്ള ഈ വാഹനം നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും. ഡീസൽ കറക്റ്റ് തന്നെ ഫുൾ ബ്ലാക്ക് ആണ്. 23 മോഡൽ വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് തന്നെ 11 ലക്ഷം രൂപ. അത് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓണിൽ 14,60,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ബിഗ്ടോയിൽ വന്നതാണ്. ഇന്ന് നമ്മൾ അത്യാവശ്യം നമുക്കൊരു 10-80ഓളം വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്രിസ്റ്റുകളൊക്കെ നോക്കുന്നവർ വേറെ എവിടെയും പോകേണ്ട അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് പേൾ വൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല പല ജനറേഷനുകളുണ്ട്. 7 സീറ്റർ എർട്ടിഗ വരുന്നുണ്ട്. ഇനി EV നോക്കുന്നവരെ സംബന്ധിച്ച് പഞ്ചുണ്ട്, നെക്സ്റ്റോണ്, ക്രെറ്റ, ബലാനോ, ബ്രസ. അപ്പോൾ നമുക്ക് പല ജനറേഷനിൽ ഡീസലിലുള്ള നമ്മൾ SUV സബോമീറ്റർ SUV അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം പ്രീമിയം ലെവലിലുള്ള എല്ലാ വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ പെരുന്നാളൊക്കെ ആവാൻ നമ്മൾ റംസാൻ കഴിയുന്നതോടുകൂടി പെരുന്നാളിലേക്ക് പോവുകയാണ്. അപ്പോൾ പെരുന്നാളൊക്കെ വാഹനം നോക്കുന്നവരെ സംബന്ധിച്ചിട്ടാണ് നമുക്ക് നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ്ടോയിൽ എത്തിയിട്ടുള്ളത്. അഫ്സൽക്കാണ് കൂടെ ഉള്ളത്. അഫ്സൽക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സോദിപ്പുഴ. ഏകദേശം നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടാവും? ഇപ്പോൾ ഒരു 80 ഉണ്ട് ഉണ്ടാവില്ല. മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണിലൊക്കെ ഒത്തിരി ഉണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് നമുക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിന്ന് തുടങ്ങുന്നത് ഒരു 3rd ജനറേഷൻ ക്രെറ്റയാണ് വിത്ത് ഫാൻസി നമ്പർ 555. ആ നമ്പർ അതും KL 13 കണ്ണൂർ രജിസ്ട്രേഷനാണ്. ഫുൾ ബ്ലാക്ക് വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ മാനുവൽ അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 57. മേജർ ആക്സിഡന്റ് ക്ലെയിം മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് കമ്പനി തന്നെയാണ് മാറ്റിയത്? അല്ലല്ല, ഔട്ട് സൈഡാ. അപ്പോൾ ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് ബേസ് മോഡലാണ്. എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഇത് 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപ അല്ല? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ട്രാക്ക് ഫുൾ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ 50,000 കൊടുക്കേണ്ടത്. ചെറുതായി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ല ചെയ്യാം നമുക്ക്. അപ്പോൾ ഡീസൽ കറക്റ്റ് തന്നെ ഫുൾ ബ്ലാക്ക് ആണ്. 23 മോഡൽ വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് തന്നെ 11 ലക്ഷം രൂപ. അത് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓണും ചെയ്യാം. ഇനി ഇവിടുന്ന് നമുക്ക് ക്രിസ്റ്റകൾ തുടങ്ങിയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണ് മുന്തിരി കളറിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2016 മോഡല് ബി മാനുവല്. അപ്പോൾ നമുക്ക് കൂടുതലും കാണാറുള്ളത് നമുക്ക് G4 അല്ലെങ്കിൽ Z ആണ്. അപ്പോൾ V വന്നിട്ടുണ്ട്. ഒറിജിനൽ കേരളമാണ് വണ്ടി. ഒറിജിനൽ കേരള 3rd ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ. 2nd ജനറേഷനാണ് വരുന്നത്. ഒറിജിനൽ കേരള വാഹനമാണ്. നമുക്ക് 1 ലക്ഷത്തിന് താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് 3rd. ഇന്റീരിയർ ഒക്കെ നോക്കുക നല്ല കിടില ഇന്റീരിയർ ആണ്. അത്യാവശ്യം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, ഒരു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ എത്ര വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ഇട്ടാ ഫൈനൽ 14,60,000 രൂപ ലോൺ ഫുള്ള് കൊടുക്കാം. അപ്പോൾ അതാണ് ഫുൾ ഓണിൽ 14,60,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം. അടുത്ത തോന്നുന്നു നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ ഒരു വാഹനം നോക്കുന്നത് വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള 2018 മോഡല് 2.8 Z ഓട്ടോമാറ്റിക് ആണ്. 2.8 ആണ്. നിലവിൽ നമുക്ക് 2.8 ഓട്ടോമാറ്റിക് കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ? അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം തന്നെ വരുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് Z ഓട്ടോമാറ്റിക് ആണ്. അതും ഒറിജിനൽ കേരള വാഹനം ഫുൾ ബ്ലാക്കിൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 129. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 18,70,000 രൂപ കൊടുക്കാം. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണും കൊടുക്കാം. അപ്പോൾ 18,75 ആണ്. അതും ഒറിജിനൽ കേരള വാഹനം ട്രാക്ക് ഉണ്ടെങ്കിൽ സിംഗിൾ ഓൺഷിപ്പുള്ള ഈ വാഹനം നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും. അടുത്ത് പേൾ വൈറ്റില് ഒരു കിഡ്ല ഐറ്റാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡല് 2nd ഓണർഷിപ്പ്, ഒരു റീപ്ലേസും ഇല്ല. 3.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണം നമുക്ക്. 35 സർവീസ് അത് കഴിഞ്ഞ്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററി 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര രൂപ രജിസ്ട്രേഷൻ ആണ്? നമുക്കൊരു 15,90,000 രൂപ കൊടുക്കാം. 15,90 അല്ലേ? ഓപ്ഷൻ ഏതായിരുന്നു? Z ഓട്ടോമാറ്റിക് ആണ്. A to Z നമുക്ക് ഹിസ്റ്ററി ഉള്ള 17 Z ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് A to Z ഹിസ്റ്ററി ഉണ്ട്. പ്രയോഗിക്കുന്ന പ്രൈസ് 15,90,000 രൂപ. 1 ലക്ഷം രൂപ ഇറക്കട്ടെ. 1 ലക്ഷം രൂപ വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. അടുത്ത തവണ വീണ്ടും നമുക്ക് ക്രിസ്റ്റ 3rd ജനറേഷൻ. ഒറിജിനൽ കേരള ഇത്? ഒറിജിനൽ കേരള. എങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡല് G4 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ ഒന്നുകൂടി ബഡ്ജറ്റില് ഒരു ഓട്ടോമാറ്റിക് വേണമെന്നുള്ളവർക്ക് G4 ഓട്ടോമാറ്റിക്കില്, അതും ഒറിജിനൽ കേരള വാഹനം. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 2,20,000 കിലോമീറ്റർ സർവീസ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. A to Z സർവീസ് ഉണ്ട്. 1 to 3 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന G4 ഓട്ടോമാറ്റിക്.
ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്ക് 14,90,000 ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോൺ അല്ലേ? 14,90,000 അതും ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ഓൺഷിപ്പ് വാഹനം. എങ്കിൽ വീണ്ടും നമുക്കൊരു വൈറ്റ് ഫിനിഷിംഗ് തന്നെയാണ്, സെക്കൻഡ് ജനറേഷൻ ആണ്. അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നിലവിൽ കേരളം BML നമ്പറൊക്കെ ആയിട്ടുള്ളൊരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 മോഡൽ 18 റേസർ 2.8 സെറ്റ് ഓട്ടോമാറ്റിക്. അപ്പോൾ ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് അല്ലേ നമുക്ക്? ഇത് പിന്നെ കിലോമീറ്റർ 2,40,000 240,000 ഷോറൂം സർവീസ്. എത്ര പേ ചെയ്യും? നമുക്ക് 17 ലക്ഷം പാസ് ചെയ്യാണ്ട് എന്തെങ്കിലും ചെയ്ത് നോക്കാം. വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് 2 ലക്ഷം രൂപ ഇറക്കാം. 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. Z ഓട്ടോമാറ്റിക് 2.8 കേട്ടോ. യെസ്. അടുത്ത നമുക്കൊരു 7 സീറ്റർ ആണ്, മാരുതി സുസുക്കി എർട്ടിഗ. ഇത് ഡീസലാണോ അതോ പെട്രോളാണോ വരുന്നത്? ഡീസൽ 55,000 കിലോമീറ്റർ 2018 ZDI. യെസ്. അപ്പോൾ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. KL11 രജിസ്ട്രേഷൻ ആണ്, ZDI ആണ്. അതേപോലെ നമുക്ക് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 55,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. പിന്നെ നമുക്ക് ഹൈബ്രിഡും ആയിരിക്കും അല്ലേ? ഹൈബ്രിഡ്. സോ നമ്മൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്കൊരു 7,25,000 കൊടുക്കാം. 7,25,000 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 50 രൂപ ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിളിലേക്കാണ് പോകുന്നത്. ഡെയിലി യൂസിന് നമുക്ക് പറ്റുന്ന അത്യാവശ്യം. ഇതിന് എത്ര കിലോമീറ്റർ റേഞ്ച് ഒക്കെ കിട്ടുന്നത്? ഇത് കൺഫേം ആയിട്ട് 300 കിലോമീറ്റർ കിട്ടും. കിട്ടില്ലെങ്കിൽ കൊടുന്നോട്ടെ. അത്രയും നമുക്ക് ഗ്യാരണ്ടി. AC കിട്ടുന്നുണ്ട്. AC 300 കിലോമീറ്റർ നമുക്ക്. AC 315 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. നോൺ AC 340. അപ്പോൾ നമുക്ക് പിന്നെ ഇത് എത്ര കിലോമീറ്റർ കൂടിയുണ്ട്? ഇത് 4,000 സംതിങ് കിലോമീറ്റർ. 2024 സിംഗിൾ ഓണർ വണ്ടി. 2024 ലോങ് റേഞ്ച്. അഡ്വഞ്ചർ ലോങ് റേഞ്ച് ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. അതും ഒറിജിനൽ കേരള. നമുക്ക് വെറും 4,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാഹനമാണ്. കമ്പനി വാറണ്ടി വാക്കിലുണ്ട്. നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ട് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപയ്ക്ക് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ ലോൺ ഫുൾ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതും വെറും 4,000 കിലോമീറ്റർ വിത്ത് കമ്പനി വാറണ്ടി നിലവിലുള്ളൊരു വാഹനം കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു ആഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഉണ്ടായുടെ എലൈറ്റ് i20 റെഡ് ഫിനിഷിംഗ് ആണ്. KL11 രജിസ്ട്രേഷൻ വിത്ത് ഫാൻസി നമ്പറൊക്കെ വരുന്നൊരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡൽ 19 റേസർ 65,000 കിലോമീറ്റർ ഡീസൽ. മൈലേജ് ഒരു 18-20 മൈലേജ് കിട്ടും. ഇതിന് ഏറ്റവും ടോപ്പ് ലോഡാണ്. സോ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC റിയർലി AC വെന്റ്, ക്രൂസ് കൺട്രോള്. കൂടുതൽ നമുക്ക് മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 20 മൈലേജും കിട്ടുന്ന വെറും 60,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 5,90,000 രൂപ കൊടുക്കാം. 5,90,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 60-70 രൂപ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തൊരു ഫോർഡ് എക്കോസ്പോർട്ട് ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ. 2018 മോഡൽ. 17 മോഡൽ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോൾ മാനുവൽ അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 65,000 കിലോമീറ്റർ. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പനി അലോയ്സ് കാര്യങ്ങൾ ടൈറ്റാനിയാണോ വരുന്നത്? ടൈറ്റാനിയാണ്. സോ നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങൾ, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. അതും ഫുൾ ബ്ലാക്കിൽ. കിലോമീറ്റർ പറഞ്ഞത് 60 കിലോമീറ്റർ അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 4,70,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഫുൾ ലോണിൽ 4,75,000 ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു കിട്ടുന്ന എക്കോസ്പോർട്ട്. അടുത്ത റെനോ ട്രൈബർ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. 4 ലക്ഷം രൂപ കൊടുക്കാൻ ലോൺ ഫുള്ളും കൊടുക്കാം. യെസ്. അപ്പോൾ അതാണ് ഒരു 7 സീറ്റർ നമുക്കൊരു ആഷ് ബാഗിന്റെ പ്രൈസിനും ഉണ്ടാവും. വെറും 6.5 ലക്ഷം രൂപ. അതും 4 ലക്ഷം രൂപ. അതും ഫുൾ ലോണിൽ 7 സീറ്റർ കേട്ടോ. അടുത്തൊരു ഹോണ്ട സിറ്റിയാണ്. 4th ജനറേഷൻ ആണ്. കോട്ടയം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു? ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ. മൈലേജ് നോക്കുമ്പോൾ ഒരു 24 നമുക്ക് മൈലേജും കിട്ടും. സോ നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 സിംഗിൾ ഓണർഷിപ്പ് 1.12 ഓട്ടം. 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8 ലക്ഷം രൂപ കൊടുക്കാം. 10,000 രൂപ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമുക്ക് ഒരു i20 തന്നെയാണ് വരുന്നത്. നമുക്ക് സൺറൂഫ് സ്പോർട്സ് 2024 മോഡൽ. 24 മോഡൽ അല്ലേ? ഓട്ടോമാറ്റിക് ആണത്?
മാനുവലാണ്. മാനുവൽ ആണ് അല്ലേ? ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. സോ ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. കൂടുതൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് സ്പോർട്സ് ആണ് അല്ലേ? ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ് വരുന്നത്. നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 35,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർ. എത്ര പേ ചെയ്യാൻ പറ്റും ഇത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 24 വണ്ടിയാണ്, 6.5 ലക്ഷം രൂപ. 6.5 ലക്ഷം രൂപക്ക് ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണും ചെയ്യാം. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. യെസ്. ആ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുണ്ടായിരുന്നത് വിക്ടോയിലായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് പാർട്ട് ഇവിടെ താൽക്കാലികം നിർത്തുകയാണ്. അടുത്തൊരു പാർട്ടിൽ അത്യാവശ്യം നമുക്ക് മിക്സ്ഡ് ചെയ്തിട്ടുള്ള പാട്ട് തന്നെയാണ് വരുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് അഫ്സൽ ഖാൻ സൈനിങ്.